ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. 8-ാം തീയതി മുതൽ ആ സമ്മേളനം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ CPIയുടെ സമ്മേളനം ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ആ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഈ സമ്മേളനത്തിലേക്കുള്ള ബാനർ വഹിച്ചുകൊണ്ടുള്ള ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം പറയുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും ഈ സംഘാടക സമിതിയുടെ ചെയർമാനും പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലക്കാരനുമായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയലാണ്. ഏറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അഡ്വക്കേറ്റ് സാം കെ ഡാനിയലിനെ ഈ ജാഥയിലേക്ക് സ്വീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MLAയും കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായ സഖാവ് ജെ ചിഞ്ചുറാണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ജാഥ തട്ടത്തുവിലയിൽ നിന്ന് ജാഥയെ സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കുകൊടുത്തുകൊണ്ടാണ് മന്ത്രി ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സഖാവിനെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാഥയുടെ ക്യാപ്റ്റൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് ഉടനെ തന്നെ എത്തിച്ചേരും. കേരള മംഗള സംഘത്തിന്റെ നേതാവ് സഖാവ് അഡ്വക്കേറ്റ് P. വസന്തമാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ. സഖാവ് വളരെ നേരത്തെ തന്നെ ഈ ജാഥയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് കടന്നു വരും. അഡ്വക്കേറ്റ് P. വസന്തത്തിനെ വളരെ സ്നേഹപൂർവ്വം ഈ ജാഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും നമ്മുടെ ഈ ചടയമംഗലം മണ്ഡലത്തിന്റെ സംഘടനാ ചുമതലക്കാരിയും നമ്മുടെ മുൻ MLAയുമായ ഡോക്ടർ R. ലതാദേവിയാണ്. സഖാവ് ഡോക്ടർ R. ലതാദേവിയെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാഥയുടെ ഡയറക്ടർ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഖാവ് KK അഷറഫാണ്. സഖാവ് KK അഷറഫിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാഥയിലെ അംഗങ്ങൾ സഖാവ് MS താര മഹിളാ സംഘത്തിന്റെ നേതാവും പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവുമാണ്. സഖാവ് MS താരയെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഖാവ് അരുൺ KS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും AISFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് അരുൺ KS ഈ ജാഥാംഗമാണ്. സഖാവ് അരുൺ KSനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗം സഖാവ് മനോജ് ഇടമന ഈ ജാഥയിലെ അംഗമാണ്. BKMയുടെ നേതാവും പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവുമായ സഖാവ് മനോജ് ഇടമനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗം സഖാവ് അഡ്വക്കേറ്റ് G. ലാലു ഈ വേദിയിലുണ്ട്. അഡ്വക്കേറ്റ് G. ലാലുവിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലയിലെ സംഘടനാ ചുമതലക്കാരനും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ സഖാവ് KR ചന്ദ്രമോഹനൻ വളരെ നേരത്തെ തന്നെ ഈ ജാഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിമാർ, ജില്ലാ കൌൺസിൽ അംഗങ്ങൾ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ, അങ്ങനെ നിരവധിയായ നേതാക്കന്മാർ ഈ വേദിയിലും സദസ്സിലുമായി ഉണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും വളരെ സ്നേഹപൂർവ്വം ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സഖാക്കൾ, ബഹുജനങ്ങൾ അടക്കം, പത്രമാധ്യമ സുഹൃത്തുക്കൾ അടക്കം എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സംഘാടക സമിതിക്ക് വേണ്ടി ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം. പ്രിയമുള്ള ഈ ജാഥയുടെ ക്യാപ്റ്റൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ സഖാവ് P. വസന്തം, നമ്മുടെ ഈ സ്വീകരണ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, നമ്മുടെ പ്രിയങ്കരിയായ MLAയും ചടയമംഗലം നിയോജകമണ്ഡലത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്
ഏറ്റവും ശക്തമായി നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി സഖാവ് ജെ ചിഞ്ചുറാണി, ജാഥയുടെ ഡയറക്ടർ, പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, ഏറെ പ്രിയങ്കരനായ സഖാവ് കെ അഷ്റഫ്, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം, കേരള മഹിളാ സംഘത്തിന്റെ നേതാവ് കൂടിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ ആർ ലതാദേവി, ജാഥാംഗങ്ങളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് എം എസ് താര, സഖാവ് അരുൺ KS, സഖാവ് മനോജ് ബി ഇടമന, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് ജി ലാലുവടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ളതറിയാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള എല്ലാ ഘടക സമ്മേളനങ്ങളും 2025 ജനുവരി മാസം ആദ്യവാരം തുടങ്ങി സെപ്റ്റംബർ മാസം 25-ാം തീയതി പരിസമാപിക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ബ്രാഞ്ച്, ലോക്കൽ, മണ്ഡലം, ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ 3 വർഷത്തിലൊരിക്കൽ ചേരുമ്പോൾ പാർട്ടിയുടെ സംഘടനാപരമായ വിഷയങ്ങളെ സംബന്ധിച്ച്, പൊതുരാഷ്ട്രീയത്തെ സംബന്ധിച്ച് എല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ ഒരു പാർട്ടി മെമ്പർ മുതൽ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സഖാക്കൾ വരെ മുഴുവൻ സഖാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യപരമായ പാർട്ടി സമ്മേളനങ്ങളിലുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടാണ് ഈ സമ്മേളനങ്ങൾ ചേരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ, അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങളെല്ലാം വിലയർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത്, രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ, രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ, രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം രാജ്യത്തിന്റെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവരാണ്. അവർ ഡോക്ടർ BR അംബേദ്കറെ തള്ളിപ്പറഞ്ഞവരാണ്. അവർ നമ്മുടെ നാടിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ്. തീർച്ചയായും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യം, രാജ്യത്തിന്റെ നാടിന്റെ ഭരണഘടന, ആ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രവേശ്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ മതേതര മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ ബഹുജന പ്രസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ചേരുന്നത്. തീർച്ചയായും ഈ സമ്മേളനങ്ങളിലൂടെ കൂടുതൽ ചൈതന്യവത്തായ, മൂല്യാധിഷ്ഠിതമായ, ഈ നാടിനെ കാർന്നു തിരുന്ന അഴിമതിക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ സംശുദ്ധമായ രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന ആളുകളിലും ഈ നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നാടിന്റെ മഹനീയമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നാടിന്റെ പൊതു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നിർലോഭമായി പിന്തുണയ്ക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന്
ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളുണ്ട്, പാർട്ടിയുടെ അനുഭാവികളുണ്ട്, പാർട്ടിയുടെ ബന്ധുക്കളുണ്ട്, പാർട്ടിയുടെ കുടുംബാംഗങ്ങളുണ്ട്. തീർച്ചയായും അവരെല്ലാമാണ് ഈ പാർട്ടിയുടെ ശക്തി. ഇപ്പോ നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ ആയിരക്കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള, സ്ത്രീകളും കുട്ടികളും അടക്കം, ചെറുപ്പക്കാരടക്കം എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രകടനത്തോടുകൂടിയാണ് ലോക്കൽ സമ്മേളനം ചേർന്നത്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് ചേരുമ്പോൾ ആയിരക്കണക്കിന് പരിശീലനം കിട്ടിയ റെഡ് വോളണ്ടിയേഴ്സ്, ആ റെഡ് വോളണ്ടിയേഴ്സിന്റെ മാർച്ചോടുകൂടിയാണ് നമ്മുടെ സമ്മേളനം, ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ചത്. തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഇപ്പോ അതിന്റെ വിവിധ തരത്തിലുള്ള സെമിനാറുകളും സാംസ്കാരിക സമ്മേളനങ്ങളും കലോത്സവങ്ങളും എല്ലാം വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴയിൽ ഈ സമ്മേളനം ചേരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുവാനുള്ള ബാനർ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ബാനർ ജാഥ വളരെ കൃത്യ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായ നിരവധി സഖാക്കൾ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായി നമ്മുടെ പാർട്ടിയുടെ ഈ ജാഥ ഇവിടുത്തെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ജെ ചിഞ്ചുറാണിയാണ്. അത് മുന്നോടിയായി ഈ ജാഥയിൽ സഞ്ചരിക്കുന്ന, ഈ ജാഥ അംഗമായിട്ടുള്ള AISFന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ സഖാവ് KS അരുൺ നിങ്ങളോട് സംസാരിക്കും. പൊതുസമ്മേളനത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് സാം കെ ഡാനിയൽ, അധ്യക്ഷവേദിയിലുള്ള പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും കേരളത്തിന്റെ പ്രിയപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായ സഖാവ് ജെ ചിഞ്ചുറാണി, ജാഥയുടെ ക്യാപ്റ്റൻ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം സഖാവ് അഡ്വക്കേറ്റ് P വസന്തം, ജാഥ ഡയറക്ടർ സഖാവ് KK അഷ്റഫ്, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സഖാവ് R ലതാദേവി, ജാഥ അംഗങ്ങളായ സഖാക്കൾ മനോജ് B ഇടവന, സഖാവ് MS താര ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ഈ ജാഥയെ സ്വീകരിക്കാൻ വന്നു ചേർന്ന പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആലപ്പുഴയിൽ ചേരുകയാണ്. ആ സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുന്നതിനുള്ള ബാനർ വഹിച്ചുകൊണ്ടുള്ള ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ നിർഭയവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനത്തിന്റെ ചരിത്രം തുടങ്ങിവെച്ച, ഭരണകൂട ഭീകരതകളെ തന്റെ രാഷ്ട്രീയ ബോധവും ഇച്ഛാശക്തിയും കൊണ്ട് ഉപജീവിച്ച കേരളത്തിലെ സമാനതകളില്ലാത്ത പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് വൈദേശികാധിപത്യത്തിനെതിരായി അത്യുജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയ, പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച, നൂറുകണക്കിന് മനുഷ്യരുടെ ഓർമ്മകൾ ഇരമ്പുന്ന തിരുവനന്തപുരത്തെ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് P സന്തോഷ് കുമാർ MP ജാഥ ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ 100 വർഷങ്ങൾ പിന്നിടുന്ന ഒരു കാലത്താണ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസും സംസ്ഥാന സമ്മേളനവും ചേരുന്നതെന്ന് നമുക്കറിയാം. ഈ 100 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യാത്ര പൂക്കൾ വിരിച്ച പാതയിലൂടെ ആയിരുന്നില്ല എന്നറിയുന്നവരാണ് നമ്മളെല്ലാവരും. സാമ്രാജ്യത്വത്തിനെതിരായി, ജന്മിത്വത്തിനെതിരായി, നാടുവാഴിത്വത്തിനെതിരായി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എണ്ണമറ്റ പടനിലങ്ങളിൽ നടന്ന ആയിരക്കണക്കായ പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച, 10,000-കണക്കിന് മനുഷ്യരൊഴുക്കിയ ചോരയിൽ ചവിട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷവും സഞ്ചരിച്ചത് എന്നീ പ്രസ്ഥാനത്തിന്റെയും നാടിന്റെയും ചരിത്രമറിയുന്നവർക്കെല്ലാം അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഞ്ചരിച്ചതുപോലെ കനൽപാതകളിലൂടെ സഞ്ചരിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിജീവിച്ചതുപോലെ പ്രതിസന്ധികളെ അതിജീവിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടതുപോലെ അടിച്ചമർത്തലുകളെ നേരിട്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് ആധുനിക ഭാരതത്തിൽ കാണുക സാധ്യമല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ അത്യുജ്വലമായ പോരാട്ടത്തിന്റെ തീഷ്ണമായ രണഭൂമികളിൽ ഈ പ്രസ്ഥാനമുണ്ടായിരുന്നു. പുതിയ കാലത്ത് നമ്മുടെ നാട്ടിൽ ദേശീയതയുടെയും രാജ്യസ്നേഹത്തിന്റെയും എല്ലാം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ. ഒരു ജനത 200 വർഷം നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിന്റെ അപമാനകരമായ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാൻ ദീർഘമായ പോരാട്ടം നടത്തിയ കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വേഷത്തിന്റെയും ഭാഷയുടെയും എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ച്
സ്വാതന്ത്ര്യം 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 എന്ന ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തി ഒരു ജനത പോരാട്ടം നയിക്കുന്ന കാലത്ത് ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടങ്ങളെ ഒറ്റിക്കൊടുക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഏറാൻമൂളികളായി നിൽക്കുകയും ചെയ്ത ആളുകളാണ് പുതിയ കാലത്ത് ദേശസ്നേഹത്തിന്റെ, ദേശാഭിമാന ബോധത്തിന്റെ, ദേശീയതയുടെ പാഠം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന അപമാനകരമായ അനുഭവങ്ങളിലൂടെ രാജ്യം കടന്നുപോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ജയിൽ മുറികളിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എണ്ണമറ്റ മാപ്പപേക്ഷകൾ എഴുതിക്കൊടുത്ത പൂർവികന്മാരുടെ ആ ദുഷിച്ച ഭൂതകാലത്തിന്റെ അനുഭവങ്ങൾ ഇപ്പോഴും വേട്ടയാടുന്നവരാണവർ. വീര സവർക്കറായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായി മുന്നേറിയ ഘട്ടത്തിൽ 1930കളിൽ സ്വന്തം അനുയായികളോട് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി ഊർജം പാഴാക്കരുതെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരായി പോരാടുക എന്നതാണ് സംഘപുത്രന്മാരുടെ അടിയന്തര കടമയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ഗോൾവൽക്കറുടെ പിന്മുറക്കാരാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞത്, ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു വേണ്ടി ഇന്ത്യൻ ദേശീയതയെയും അതിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെയും ഒറ്റിക്കൊടുത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കികളും ഏറാൻമൂളികളുമായിരുന്ന ആളുകൾ നിലകൊള്ളുമ്പോഴാണ് മറുഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി കരുത്തോടെ, ആശയദൃഢതയോടെ പോരാട്ടം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാർ മറുഭാഗത്ത് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഈ പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ദീർഘമായ പ്രക്ഷോഭങ്ങൾ നയിച്ച പ്രസ്ഥാനമാണ്. 1925 ഇന്ത്യയിൽ ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. വിദേശങ്ങളിൽ ഉപരിപഠനത്തിന് പോയവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോക ജനതയെ ത്രസിപ്പിച്ച റഷ്യൻ വിപ്ലവത്തിന്റെ അടക്കം ആവേശം ഉൾക്കൊണ്ട പുതിയ തലമുറ, മാനവികതയുടെയും വിമോചനത്തിന്റെയും പുതിയ ചിന്താധാര സിരകളിൽ പേറിയ പുതിയ യുവത്വം, അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉദിച്ചുയർന്ന ഈ മഹാപ്രത്യയശാസ്ത്രത്തിന്റെ ആശയാടിത്തറയിൽ ആകൃഷ്ടരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി അതിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന മനുഷ്യരായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങളാണ് 1925 മുമ്പ് ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ആ മനുഷ്യരടക്കം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. പാർട്ടിയെ പലതവണ ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ആ നിരോധനത്തിന്റെ മറവിൽ അതിഭീകരമായ അടിച്ചമർത്തലുകൾ ഉണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ആ നിരോധനത്തിന്റെ മറവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നിർദ്ദയം കടന്നാക്രമിക്കുമ്പോഴും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കരിനിയമങ്ങളെ, കള്ളക്കേസിനെ, തടങ്കൽ പാളയങ്ങളെ, ലാത്തിയെ, തോക്കിനെ തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സാമ്രാജ്യത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പടപൊരുതിയ, എണ്ണമറ്റ മനുഷ്യരുടെ ജീവനും ചോരയും സമരഭൂമികളിൽ ഹോമിച്ച, സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ട ചരിത്രത്തിലെ അവിസ്മരണീയമായ സമരാധ്യായങ്ങൾ സൃഷ്ടിച്ച മഹാപ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കന്മാരായിരുന്ന എസ് എ ഡാംഗയും എസ് പി ഘാട്ടയും ജി അധികാരിയും മുസാഫർ അഹമ്മദും അടക്കം എണ്ണമറ്റ നേതാക്കന്മാർ വർഷങ്ങളോളം ജയിലിലായിരുന്നു. ആ ജയിൽ മുറികളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് തടവറയിൽ നിന്ന് രക്ഷപ്പെടാനല്ല അവർ ശ്രമിച്ചത്. ബ്രിട്ടീഷ് ഭരണകൂടം തടവറയിൽ അടയ്ക്കുമ്പോഴും സാമ്രാജ്യത്വത്തിന്റെ കരിനിയമങ്ങളെയും കള്ളക്കേസുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് തടവറയിൽ നിന്ന്, കരിങ്കൽപ്പാളയങ്ങളിൽ നിന്ന് തെരുവുകളിലേക്ക് പടരുന്ന സമരാവേശമായി മാറാനാണ് അവർ ശ്രമിച്ചത്. ആ ജയിൽ മുറികളിൽ നിന്ന് ഈ രാജ്യത്തെ ത്രസിപ്പിച്ച്, അതിന്റെ തെരുവുകളെ ത്രസിപ്പിച്ച എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ഊർജ്ജസ്രോതസ്സും പ്രഭവ കേന്ദ്രവുമായി ആ നേതാക്കന്മാർ തടവറയിൽ നിലകൊണ്ടതിന്റെ അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ആ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ നയിച്ച പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ എണ്ണമറ്റ കള്ളക്കേസുകൾ ചുമത്തി ഞാൻ അതിന്റെ ദീർഘമായ വിശദാംശങ്ങളിലേക്ക് സമയപരിമിതി കൊണ്ടുപോകുന്നില്ല. മീററ്റ് ഗൂഢാലോചന കേസുണ്ടായി, പെഷവാർ ഗൂഢാലോചന കേസുണ്ടായി, കാൺപൂർ ഗൂഢാലോചന കേസുണ്ടായി. ആ കള്ളക്കേസുകളെയെല്ലാം കരുത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിജീവിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭൂമികയിലേക്ക് വിവിധ വിഭാഗം ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടി ബഹുജന പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയാണ് ഇന്ത്യയിലെ കൃഷിക്കാരെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി പോരാട്ടത്തിന്റെ ഭൂമികയിൽ അണിനിരത്തുന്നതിന് വേണ്ടി കിസാൻ സഭ എന്ന പ്രസ്ഥാനം രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തു. കലാലയ മുറികൾ ഉപേക്ഷിക്കൂ, നിങ്ങൾ തെരുവിലേക്ക് വരുമെന്ന ഗാന്ധിജിയുടെ ആഹ്വാനം അക്ഷരം പ്രതി ജപിക്കൊള്ളാൻ
ഇന്ത്യൻ വിദ്യാർത്ഥികളെ സമരോത്സുകമാക്കി മാറ്റിയ നിരവധി ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISF രൂപം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ രാഷ്ട്രീയമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. ഈ പാർട്ടിയുടെ എക്കാലത്തെയും ചരിത്രത്തിലെ ഉജ്ജ്വലനായ നേതാവ് സഖാവ് PC ജോഷിയുടെ നേതൃത്വത്തിലാണ് എഴുത്തുകാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരുമായിട്ടുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഇറ്റയും പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറവും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ തിരുവകൊള്ളുന്നപ്പോൾ ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത കരുത്തുറ്റ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ആ പ്രക്ഷോഭങ്ങളിലൂടെ പെറ്റനാടിന്റെ സ്വാതന്ത്ര്യദാഹം പ്രതിഫലിച്ച പോരാട്ടങ്ങളുടെ തീഷ്ണമായ ഭൂമികയിൽ കരുത്തോടെ നിലയുറപ്പിച്ച ആ പോരാട്ടങ്ങൾക്ക് ദിശാബോധം പകർന്ന ചരിത്രം പേറുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ പാർട്ടിക്കാണ് ഇപ്പോൾ 100 വയസ്സ് പൂർത്തിയാകുന്നത്. ഈ പ്രസ്ഥാനം ജന്മിത്വത്തിനെതിരായി, നാടുവാഴിത്വത്തിനെതിരായി, ഭൂപ്രഭുത്വത്തിനെതിരായി ഉജ്ജ്വലങ്ങളായ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് വഹിച്ചു. അടിമ സമാനമായ ജീവിതം നയിച്ച മനുഷ്യരുടെ ഒരു ഭൂമികയായിരുന്നു നമ്മുടെ രാജ്യം, കേരളം ഉൾപ്പെടെ. പകലന്തിയോളം പാടശേഖരങ്ങളിൽ പണിയെടുത്താലും കുടുംബം പുലർത്താൻ മാന്യമായ പ്രതിഫലം കിട്ടാത്ത മനുഷ്യരുണ്ടായിരുന്ന കാലം, മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന, മീശ വയ്ക്കാൻ അവകാശമില്ലാതിരുന്ന, മുട്ടിനു താഴെ മുണ്ടുടുക്കാൻ അവകാശമില്ലാതിരുന്ന, അമ്പലപ്പറമ്പിലെ വഴികളിലൂടെ വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന, അടിമതുല്യവും മൃഗതുല്യവുമായ ജീവിത പരിസരങ്ങളെ നേരിട്ട ആ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുണ്ടായിരുന്ന നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ നിങ്ങൾ മനുഷ്യരാണെന്നും രണ്ടുകാലിൽ നിവർന്നു നിൽക്കേണ്ടവരാണെന്നും നിങ്ങൾ അടിമകളല്ലെന്നും നിങ്ങൾക്കും ഒരു ലോകം സ്വപ്നം കാണാനുണ്ടെന്നും അവരെ പഠിപ്പിച്ച പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പ്രസ്ഥാനമാണ് ആ മനുഷ്യരെ സമരോത്സുകമാക്കിയത്. ഈ പ്രസ്ഥാനമാണ് പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് ചെങ്കൊടിയേന്തി കരുത്തോടെ അവകാശബോധമുള്ളവരായി കടന്നവരാണ് ആ ജനതയെ പ്രാപ്തരാക്കിയത്. അവർ നയിച്ച എണ്ണമറ്റ പ്രക്ഷോഭങ്ങളുടെ രാഷ്ട്രീയമായ ശക്തിയും ഊർജ്ജസ്രോതസ്സും ഈ പ്രസ്ഥാനമായിരുന്നു. ആ സമരഭൂമികളിലാണ് എണ്ണമറ്റ രക്തസാക്ഷിത്വങ്ങൾ പിറവികൊള്ളുന്നത്. ഇവിടെ പുന്നപ്രവേലാറുണ്ടായി, കയ്യൂർ കരിവെള്ളൂരുണ്ടായി, അന്തിക്കാടുണ്ടായി, ശൂരനാടുണ്ടായി, ഒഞ്ചിയമുണ്ടായി, തെലങ്കാനയുണ്ടായി, തേഭാഗയുണ്ടായി. എണ്ണമറ്റ സമരഭൂമികളിൽ 10,000-കണക്കിന് മനുഷ്യർ അവരുടെ ജീവത്യാഗം ചെയ്ത് വളർത്തിയെടുത്ത മഹാപ്രസ്ഥാനത്തിന്റെ ചുവട്ടിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് എന്ന അഭിമാനബോധമാണ് നമ്മളെ ഇപ്പോഴും മുമ്പോട്ട് നയിക്കുന്നത്. ഈ പ്രസ്ഥാനം അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് കയ്യൂർ സഖാക്കളെ വിസ്മരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ജനവിത്വത്തിന്റെയും നാടുവാഴിത്വത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും തായ്വേരറുക്കാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉത്തര മലബാറിൽ നടന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് യൗവനയുക്തരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഭരണകൂടം പിടികൂടി തൂക്കിലേറ്റാൻ വിധിക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും സമരതീഷ്ണവും സുന്ദരസുലഭനവും യൗവനയുക്തവുമായ ഒരു പ്രായത്തിൽ ആ ഭരണകൂടത്തിന്റെ ഭീഷണികളെ അതിജീവിച്ച് കുലമരത്തിലേക്ക് ശിരസുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബ് വിളിച്ചു മടന്നുപോയി സഖാവ് PC ജോഷിയെപ്പോലും വിസ്മയിപ്പിച്ച മടപ്പിലപ്പുവിന്റെയും ചിരികണ്ഠന്റെയും പള്ളിക്കൽ അബൂബക്കറിന്റെയും കുഞ്ഞമ്പുനായരുടെയും ചരിത്രം പേറുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പ്രസ്ഥാനം മണ്ടോടിക്കണ്ണന്റെ ചരിത്രം പേറുന്ന പാർട്ടിയാണ്. 5 സമരസേനാനികളിൽ പ്രമുഖനാണ് മണ്ടോടിക്കണ്ണൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കാൻ വന്ന നേതാക്കന്മാരുടെ പേരറിയാൻ പോലീസുകാർ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ പിടികൂടി തടവറയിലിട്ട് അതിഭീകരമായി മർദ്ദിച്ചു. നിരവധി ആളുകൾക്ക് അതിഭീകരമായി മർദ്ദനമേൽക്കേണ്ടി വന്നു, പരിക്കേറ്റു. ആ ലോക്കപ്പ് മുറിയിൽ അതിഭീകരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി തലയോട് പൊട്ടി ജീവരക്തം തളം കെട്ടി നിൽക്കുന്ന ഘട്ടത്തിലും മണ്ടോടിക്കണ്ണനോട് അന്ന് പോലീസ് ചോദിച്ച ചോദ്യം ആരൊക്കെ ഉണ്ടായിരുന്നു? അച്യുതമേനോൻ ഉണ്ടായിരുന്നോ? ബാലറാം ഉണ്ടായിരുന്നോ? EMS ഉണ്ടായിരുന്നോ? ചോദ്യം അതാണ്. നിങ്ങളുടെ കൂടെ യോഗം ചേരാൻ വന്ന നേതാക്കന്മാരുടെ പേര് വേണം. ജീവരക്തത്തെക്കാളും വലുത്, സ്വന്തം ജീവനേക്കാളും വലുത് പ്രസ്ഥാനമാണെന്ന് കരുതിയ 5 സമരസേനാനികളായ മനുഷ്യർ പ്രസ്ഥാനത്തെ ഒറ്റിയില്ല. അവർ ഭരണകൂടത്തിന്റെ ഭീകരമായ മർദ്ദനങ്ങളെ അഭിമാനത്തോടെ ഏറ്റുവാങ്ങി. ആ തടവറയിൽ തലയോട് തകർന്ന് ജീവരക്തം തളം കെട്ടിയൊഴുകി മരണത്തെ മുന്നിൽ കാണുന്ന ഘട്ടത്തിലും മണ്ടോടിക്കണ്ണൻ എന്ന വിപ്ലവകാരി ആ ജീവരക്തത്തിൽ തന്റെ കൈമുക്കി തടവറയുടെ ഭിത്തിയിൽ അരിവാൾ ചുറ്റിക മരച്ചിട്ട് ഇൻകുലാബ് എഴുതി വെച്ച് രക്തസാക്ഷിത്വത്തെ പുൽകി. ഭരണകൂടത്തെ അതിന്റെ അടിച്ചമർത്തലുകളെ കൂലിപ്പട്ടാളത്തെ വിസ്മയിപ്പിച്ച ജീവരക്തം കൊണ്ട് അരിവാൾ ചുറ്റിക വരച്ച് മരണത്തെ പുലുകിയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിപ്ലവകാരി 5 സമരസേനാനികളുടെ എക്കാലത്തെയും മികവുറ്റ നേതാവ് സഖാവ് മണ്ടോടിക്കണ്ണന്റെ ചരിത്രം പേറുന്ന പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ശൂരനാടിന്റെ മണ്ണിൽ, ഈ കേരളത്തിൽ കയ്യൂരിലും കരിവെള്ളൂരിലും പുന്നപ്പുറവേലാറിലും അടക്കം നടന്ന എണ്ണമറ്റ സമരങ്ങൾ, ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഈ പാർട്ടിയാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ച പാർട്ടി.
1956 ഐക്യ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. 56 കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ആ ചർച്ചകളുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളും ആലോചനകളും നടക്കുന്ന ഘട്ടത്തിലാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സർ CP രാമസ്വാമി അയ്യർ എന്ന ഏകാധിപതിയായ ദിവാൻ പ്രഖ്യാപിക്കുന്നത് തിരുവിതാംകൂർ ഐക്യ കേരളത്തിന്റെ ഭാഗമാകുന്നില്ല, ഞങ്ങൾ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചു. ഐക്യ കേരളം എന്ന ആശയത്തെ തുരങ്കം വയ്ക്കാൻ സർ CP പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡൽ ഭരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയിലെ പുന്നപ്രവേലാറിന്റെ മണ്ണിൽ രക്തസാക്ഷിത്വം കൊണ്ട് അനശ്വരമായ പുന്നപ്രവേലാറിന്റെ മണ്ണിൽ ഒരു കൂട്ടം തൊഴിലാളികൾ വാരിക്കുന്തമെടുത്ത് ദിവാന്റെ പട്ടാളത്തോട് ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. ഐക്യ കേരളം എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ പുന്നപ്രവേലാറിന്റെ മണ്ണിൽ ദിവാന്റെ ചോറ്റുപട്ടാളത്തോട് വാരിക്കുന്തമെടുത്ത് പടപെടുതി ഭരിച്ച മനുഷ്യരുടെ ജീവരക്തത്താൽ വാർത്തെടുക്കപ്പെട്ടതാണ് ആധുനിക കേരളത്തിന്റെ ഭൂപടം എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. പുന്നപ്രവേലാർ സമരം ഉണ്ടാകാതിരുന്നുവെങ്കിൽ, ആ സമരത്തിൽ രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകാതിരുന്നെങ്കിൽ, പോരാളികളായ മനുഷ്യരുടെ ജീവരക്തം വീണ് പുന്നപ്രവേലാറിന്റെ ചുരിമണൽ നനയാതിരുന്നുവെങ്കിൽ ഐക്യ കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ പിന്നെയും എത്രയോ കാലം നാം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ജീവരക്തം കൊണ്ട് വാർത്തെടുക്കുന്ന ഈ കേരളത്തിന്റെ ഭൂപടം, ആ കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം പിന്നീട് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഭരണപരവും രാഷ്ട്രീയവുമായ പോരാട്ടങ്ങൾ നയിച്ചത് എന്ന അനുഭവവും ബോധ്യവും നമുക്കുണ്ടാകണം. ആ പോരാട്ടങ്ങളിലൂടെ വളർന്ന പ്രസ്ഥാനമാണ് 1957 ബാലറ്റ് പേപ്പറിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. സഖാവ് MN ഗോവിന്ദൻ നായരായിരുന്നു ആ ഗവൺമെന്റിന്റെ ശില്പി. പിന്നീട് അദ്ദേഹം കേരള ക്രൂസ്ചേവ് എന്ന് വിളിക്കപ്പെട്ടു. കേരളത്തിൽ ലോകമാകെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിസ്മയത്തോടെ കേരള മാതൃക പഠിക്കാൻ കേരളത്തിലേക്ക് വന്നു. സഖാവ് MNന്റെ ദീർഘവീക്ഷണത്തിന്റെ, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ, കരുതലിന്റെ, രാഷ്ട്രീയമായ കൗശലങ്ങളുടെ ഫലമാണ് 1957 കേരളത്തിലുണ്ടായ CPIയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഉണ്ടാക്കിയത് സഖാവ് MNന്റെ ദീർഘവീക്ഷണമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. സഖാവ് MN ഗോവിന്ദൻ നായരുടെ കൈപിടിച്ച് 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന CPIയുടെ ഗവൺമെന്റാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചത്. ഈ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. ആ ഗവൺമെന്റ് കേരളത്തിൽ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നു. കുടിയിറക്ക് നിരോധന നിയമം പാസാക്കി. 1959 വിമോചന സമരം വന്നു. ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 1957 CPI ഗവൺമെന്റ് തുടങ്ങിവെച്ച നടപടികൾ, വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയത് 1969 മുതൽ കേരളത്തിൽ അധികാരത്തിലിടുന്ന സഖാവ് C അച്യുതമേനോൻ നേതൃത്വം കൊടുത്ത മറ്റൊരു CPI ഗവൺമെന്റാണ് എന്ന ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി രൂപാന്തരപ്പെടുത്തിയത് 1969 മുതൽ കേരളത്തിൽ അധികാരത്തിലിടുന്ന സഖാവ് C അച്യുതമേനോന്റെ CPI നയിച്ച ഗവൺമെന്റാണ്. ആ ഗവൺമെന്റാണ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. ഈ പാർട്ടി ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും എതിരായ ദീർഘമായ പോരാട്ടങ്ങൾ നടത്തുന്ന കാലത്ത് ആ പോരാട്ടങ്ങളുടെ ഭൂമികയിൽ കർഷക തൊഴിലാളികൾ ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യമാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പങ്കിളിയെ. ആ മുദ്രാവാക്യം കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടി 1970 കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി ജന്മിത്വത്തിന്റെ തായ്വേരറുത്തു. ഇന്ന് കേരളത്തിൽ അഭിമാനത്തോടെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന മാതൃകകൾ പലതും സൃഷ്ടിച്ചത് ആ ഗവൺമെന്റാണ്. ഞാൻ അതിന്റെയും ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഈ ഗവൺമെന്റാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭവന പദ്ധതിക്ക് കേരളത്തിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റാണ്. സഖാവ് MN കേരളത്തിൽ മന്ത്രിയായിരിക്കുന്ന കാലത്ത് സഖാവ് MNന്റെ ദീർഘവീക്ഷണത്തിന്റെ, ജനകീയ പ്രതിബദ്ധതയുടെ, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളായ ലക്ഷം വീട് കോളനികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ അഭിമാനത്തോടെ തലവുയർത്തി നിൽക്കുന്നു. 1 ലക്ഷം മനുഷ്യർക്ക് കിടപ്പാടമൊരുക്കിയ പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന്റെ മാതൃക പിന്തുടർന്നാണ് കേരളത്തിൽ പിന്നീടുണ്ടായ ഭവന പദ്ധതികളെല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് മഹാനായ ONV സഖാവ് MN മരിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയത്: ആ മനുഷ്യനെ ഓർക്കാൻ ഈ വിശാലമാം ഭൂവിൽ മറ്റാരുമില്ലെന്നാകിലും നിസ്വൃതൻ അഭയകൂടാരങ്ങളാകും ഈ ലക്ഷം വീടുകൾക്കുള്ളിൽ. അന്തിയിൽ ആരോ കത്തിച്ചു വച്ച മൺചിരാതിന്റെ തിരുത്തുമ്പിൽ ജലിക്കും ആ പുഞ്ചിരി മൃതിയെ ജയിക്കും എന്ന് ONV എഴുതി വെച്ചത്. അതുകൊണ്ടാണ് മറ്റാരും ആ മനുഷ്യനെ ഓർക്കാനില്ലെങ്കിലും ലക്ഷം വീടുകളുടെ ഉമ്മറപ്പടിയിൽ വൈകുന്നേരങ്ങളിൽ കത്തിച്ചു വയ്ക്കുന്ന മൺചിരാതിന്റെ തിരുത്തുമ്പിൽ ജ്വലിക്കുന്ന പുഞ്ചിരി MNന്റെ മരണത്തെ ജയിക്കുമെന്ന് ONVയെ കൊണ്ട് എഴുതിവെച്ചത് സഖാവ് MNന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പാക്കിയ ലക്ഷം വീട് പദ്ധതികളാണ്. ഈ പാർട്ടിയാണ് കേരളത്തിൽ വനദേശസാൽക്കരിച്ച പാർട്ടി. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും RCCയും ഉൾപ്പെടെ കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിയാണ് കേരളത്തിൽ കെൽട്രോണും ടൈറ്റാനിയവും അടക്കമുള്ള ആധുനിക വ്യവസായ ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ച പാർട്ടി.
അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, കേരളത്തിലെ പതിതരുടെ നിസ്വവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പടപൊരുതുക മാത്രമല്ല, ഭരണാധികാരം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്ത രാഷ്ട്രീയ ചരിത്രമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയാണ് ഇന്ന് കാണുന്ന കേരളത്തെ സൃഷ്ടിച്ചത് എന്ന അഭിമാനബോധത്തോടുകൂടി നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടി ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണും. കരൽപാതകൾ നീന്തിക്കയറിയ പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 1964 പാർട്ടിയിൽ വിനാശകരമായ ഭിന്നിപ്പുണ്ടായി. ആ വിനാശകരമായ പാർട്ടി ഭിന്നിപ്പിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ അന്തിത്തിര വയ്ക്കാൻ ആള് കിട്ടുകയില്ല എന്ന് പ്രസംഗിച്ചു നടന്നവരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ അന്തിത്തിര വയ്ക്കാൻ ആള് കിട്ടുകയില്ല എന്ന് പ്രസംഗിച്ചു നടന്നവരുടെ വിവേകരഹിതമായ ധാർഷ്ട്യത്തെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടും അഭിജീവിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സഖാക്കളെ, ഇന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്നു, കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിരക്കണക്കിന് ഓഫീസുകളുണ്ട്. ആ ആയിരക്കണക്കിന് ഓഫീസുകളിൽ അന്തിത്തിരി വയ്ക്കാൻ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പ്രസ്ഥാനത്തിന്റെ പതാകയേന്തി കരുത്തോടെ നമുക്കൊപ്പം അണിനിരക്കുന്നതിന്റെ ആവേശകരമായ അനുഭവങ്ങളാണ് നാം കേരളത്തിൽ കാണുന്നത്. ആ ചരിത്രം തിരുത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ഈ പാർട്ടി ആധുനിക കേരളത്തെ രൂപപ്പെടുത്താൻ നടത്തിയ ദീർഘമായ പ്രവർത്തനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രഗാഥകൾ ജ്വലിച്ചു നിൽക്കുന്ന അനുഭവങ്ങളുടെ മണ്ണിലൂടെയാണ് നമ്മുടെ പാർട്ടി അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രം ഉണങ്ങുന്ന പുന്നപ്രവയലാറിന്റെ മണ്ണിൽ ദിവാൻ ഭരണത്തിനെതിരായി പടമരുതി മരിച്ച പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ ദീപ്തമായ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന പുന്നപ്രവയലാറിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം ചേരുമ്പോൾ ഈ നാടിനെ, ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ കരുത്തുറ്റ തീരുമാനങ്ങൾ ആ സംസ്ഥാന സമ്മേളനത്തിലുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ആലപ്പുഴ സമ്മേളന നഗരിയിലേക്കുള്ള ബാനർ വഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ ജാഥയെ സ്വീകരിക്കാൻ ഇവിടെ വന്നു ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സഖാക്കളെയും പ്രവർത്തകരെയും ബംഗബഹുജന സംഘടനാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഈ സമ്മേളനം, സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയകരിയായ MLA-യുമായ സഖാവ് ജയചന്ദ്രൻ അനീഷൻ, പ്രിയങ്കരനായ അധ്യക്ഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ സഖാവ് സാം കെ ഡാനിയൽ, നമ്മുടെ ഈ ബാനർ ജാഥയുടെ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് വസന്തം, വൈസ് ക്യാപ്റ്റൻ നമ്മുടെ പ്രിയങ്കരിയായ XMLA കൂടിയായ ഡോക്ടർ ആർ ലതാദേവി, ഡയറക്ടർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് KK അഷറഫ്, അംഗങ്ങളായിട്ടുള്ള സഖാവ് അരുൺകുമാർ, സഖാവ് മനോജ് ഇടമന, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ബഹുജന സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് വരുന്ന 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ്. അവിടെ സ്ഥാപിക്കുവാനുള്ള ബാനർ ജാഥയുമായിട്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ സഖാക്കൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് P. സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്ത് ഇന്ന് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയിലേക്കും കടന്നു വന്നിരിക്കുന്ന ബാനർ ജാഥ 3-ാം തീയതി നമ്മുടെ ആലപ്പുഴയിൽ എത്തിച്ചേരുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 25ാം പാർട്ടി കോൺഗ്രസും പാർട്ടിയുടെ 100ാം
വാർഷികവും വളരെ വിപുലമായ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ദേശീയ തലത്തിലുമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ അരുൺകുമാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇന്ന് നമുക്കറിയാം, വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുവാൻ പോകുന്ന തീരുമാനങ്ങൾ, മുൻ കാലഘട്ടങ്ങളിൽ നാം എടുത്ത തീരുമാനങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുവാൻ പോവുകയാണ്. ഈ സമ്മേളനം പൂർത്തീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമുക്കറിയാം, ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഒരു വ്യത്യസ്തമായ സംസ്ഥാനമായി ഇന്ന് നിലകൊള്ളുന്നത് കേരള സംസ്ഥാനമാണ്. ആ കേരള സംസ്ഥാനം കഴിഞ്ഞ 5 വർഷക്കാലവും തുടർന്ന് വന്ന 4 വർഷക്കാലവും 9 വർഷക്കാലത്തിനുള്ളിൽ ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാം ഗവൺമെന്റിന്റെ പ്രത്യേകത കൊണ്ട് എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ടുമാണ് ഒരു രണ്ടാം ഗവൺമെന്റിലേക്ക് നമ്മുടെ കേരള സംസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്ന അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ പറ്റും. ആ ഗവൺമെന്റ് വീടില്ലെങ്കിൽ വീട് കൊടുക്കുവാനും, ഭൂമിയില്ലെങ്കിൽ ഭൂമി കൊടുക്കുവാനും, പട്ടയമില്ലെങ്കിൽ പട്ടയം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ കേരളത്തിലെ സർക്കാരിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അത്തരത്തിൽ വീടില്ലാത്തവർക്ക് വീടോ, ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയോ, പട്ടയമില്ലാത്തവർക്ക് പട്ടയോ കൊടുക്കുന്ന ചരിത്രം നാം കേട്ടിട്ടില്ല. പക്ഷെ ആ ഒരു പ്രത്യേകത തന്നെ ആയിരിക്കാം നമ്മുടെ കേരളത്തിൽ വീണ്ടും ഒരു രണ്ടാം സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എല്ലാ മേഖലകളിലും വികസനം നടപ്പിലാക്കിക്കൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അതെന്താണെന്ന് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് വേണ്ട വിധത്തിൽ അവർക്ക് വേണ്ടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മാറിയും തിരിഞ്ഞും വന്ന കാലാവസ്ഥാ വ്യതിയാനം ഈ കേരളത്തെ സംബന്ധിച്ച് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി. നാം ജനിച്ചിട്ട് ആദ്യമായി കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നമ്മുടെ കേരളത്തിൽ കുട്ടനാട് ഉൾപ്പെടെ, കോട്ടയം ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെടെ വ്യാപകമായ നിലയിൽ വന്നപ്പോഴും ആ കാലഘട്ടത്തിലും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടരുത് എന്ന തരത്തിൽ മുന്നോട്ട് വന്ന കേരള സർക്കാരിനെ നാം കണ്ടു. വയനാട് ദുരന്തം 2 വാർഡുകളിലാണ് വയനാട് ജില്ലയിൽ ആ ദുരന്തം ഉണ്ടായെങ്കിലും ആ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സംരക്ഷിച്ച ഒരു ഗവൺമെന്റിനെ നാം കാണുവാൻ കഴിയും. അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോഴും പക്ഷെ അതൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോയ കേന്ദ്ര സർക്കാരിനെ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ജീവൻ നഷ്ടപ്പെട്ടവരെ, അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുവാൻ, അവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ, അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഇന്ന് നമുക്കറിയാം, കൽപ്പറ്റ ടൗണിൽ 42 ഏക്കർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള ടൗൺഷിപ്പ് ഇന്ന് അവിടെ ഉയരുകയാണ്. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും അവിടെ വീട് കൊടുത്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ്-19 നമ്മുടെ രാജ്യത്തും ലോകരാജ്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും പടർന്നു പിടിച്ചത് നാം കണ്ടതാണ്. ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും ജനങ്ങളെ ചേർത്ത് നിൽക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാൻ, അവരുടെ മരണസംഖ്യ കുറച്ചു കൊണ്ടുവരുവാൻ ഒക്കെ മുൻകൈയെടുത്ത ഒരു സർക്കാരിനെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാനത് സൂചിപ്പിക്കുവാനുണ്ടായ കാരണം, ഈ കേരളത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെന്താണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് നിൽക്കുവാൻ പറ്റിയ ഒരു ഗവൺമെന്റാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് ഊന്നി പറയുവാൻ കൂടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. കേരളത്തിലെ ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി. ആരോഗ്യ മേഖലകളിൽ
നമ്മുടെ PHCകൾ ഉൾപ്പെടെ അങ്ങോട്ട് താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവരുവാൻ, അവിടെയൊക്കെ തന്നെ ഹൈടെക് മാതൃകയിലുള്ള കെട്ടിടങ്ങൾ കൊണ്ടുവരുവാൻ, ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ ആരോഗ്യ മേഖലകളിൽ കൊണ്ടുവരുവാൻ, സാധാരണക്കാരന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുക്കുവാൻ തക്ക രീതിയിൽ ഈ ഗവൺമെന്റ് ഉയർന്നു. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ, ഹാർട്ടിന്റെ ശസ്ത്രക്രിയകൾ, കരൾ മാറ്റിവെക്കൽ, ഇതെല്ലാം ആശുപത്രികൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രികൾ ചെയ്യുവാൻ തക്ക രീതിയിൽ ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടും പുറന്നോട്ട് പോകുവാൻ നമുക്ക് പറ്റിയില്ല. ഇന്ത്യയിൽ തന്നെ മാതൃകയായി മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇന്ന് അതാണോ? ഇന്ന് നമ്മുടെ ഓരോ നിയോജക മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ തന്നെ LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. സാധാരണക്കാരന്റെ മക്കൾക്കും അത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിലും കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. ഇന്ന് അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അത് ഹൈസ്കൂളായാലും ഹയർ സെക്കൻഡറി ആയാലും അത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലായാലും അങ്ങനെയുള്ള ഒരു വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുവാൻ സാധിച്ച ഒരു ഗവൺമെന്റ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തൊഴിലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പോലും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് അത്തരത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും തൊഴിൽ കൊടുക്കുവാൻ ഒരു പക്ഷേ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അവരെ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുവാൻ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറി. അതുകൊണ്ടാണ് ഓരോ വർഷവും 1,00,000-ലധികം സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് ഇന്ന് ആ തരത്തിൽ ചെറുപ്പക്കാരെ ഉൾപ്പെടെ സഹായിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നു. രാജ്യത്ത് അതിശക്തമായ നിലയിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു. ആ വിലക്കയറ്റത്തിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ട് ജനങ്ങൾ കഴിയുമ്പോഴും പട്ടിണിക്കാരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ദാരിദ്ര്യം അനുഭവിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനം നമുക്കറിയാം, ദാരിദ്ര്യരേഖ വെറും 0.7% മാത്രമാണ്. അത്തരത്തിൽ ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സർവേയിലൂടെ നാം കണ്ടെത്തിയത് 64,006 പേരാണ് കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽപ്പെടുന്ന ആൾക്കാർ. പക്ഷെ അവരെയൊക്കെ തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ഏകദേശം 44,000-ലധികം ആൾക്കാരെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് മാറ്റി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ വരുന്ന നവംബർ മാസം കൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് പോവുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഓണക്കാലമാണല്ലോ. നിങ്ങളൊന്ന് നോക്കണം, കഴിഞ്ഞ 9 വർഷക്കാലമായി, ആ 9 വർഷം പറഞ്ഞില്ലേലും 8 വർഷക്കാലമായി 13 കൂട്ടം സാധനങ്ങൾ, അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ, അവർക്ക് സബ്സിഡിയോടുകൂടി സാധനങ്ങൾ കൊടുക്കുവാൻ, വിലക്കയറ്റം പൊതുകമ്പോളത്തിൽ നിയന്ത്രിക്കുവാൻ ഒക്കെ മുന്നോട്ട് വന്ന ഒരു കേരളത്തിലെ ഗവൺമെന്റ്. ഇത്തവണ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നമ്മുടെ സിവിൽ സപ്ലൈസിലും മാവേലി സ്റ്റോറുകളും ഉൾപ്പെടെയുള്ളത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർക്ക് റേഷൻ കാർഡ് കൊണ്ടുചെന്നാൽ ഒരു മാസത്തിൽ 2 ട്രിപ്പായിട്ട് നമുക്ക് ഈ തരത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ സബ്സിഡി സാധനങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നും സ്റ്റോറുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ത്രിവേണി സ്റ്റോർ ഉൾപ്പെടെയുള്ളവർ. ഇത്തവണ ആർക്കും ബുദ്ധിമുട്ടില്ല. ഒരാൾ പോലും കേരളത്തിൽ പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുത്തിയ പശ്ചാത്തല മേഖലകളിൽ 60%-ലധികം റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ്. PSC നിയമനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കുവാൻ കഴിഞ്ഞ കേരളത്തിലെ ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് ഇന്ന് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.
നമുക്കറിയാം 62 ലക്ഷം ആൾക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഈ ഓണക്കാലത്തിന് 2 മാസത്തെ പെൻഷൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് അവരെ സഹായിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തതിലേക്കായും കൂടുതൽ എല്ലാ മേഖലകളിലും ബോണസ് ഇനത്തിലും മറ്റു തരം മേഖലകളിലും കൊടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഞാൻ അതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ജാഥ അംഗങ്ങളായിട്ടുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ ഈ ജാഥയിൽ അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അവർക്കുമൊക്കെ പ്രസംഗിക്കുവാൻ ഒരവസരം കിട്ടുന്നതാണ് ഇവിടെ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ചടയമംഗലത്ത് വെച്ച് 3 മണിക്ക് ഇതിന്റെ സമാപന യോഗമല്ല, ഉച്ച കഴിഞ്ഞത്തെ ആദ്യത്തെ യോഗം ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ മണ്ഡലത്തിനും തൊട്ടടുത്ത മണ്ഡലങ്ങളിലും ഒക്കെയുള്ള പ്രിയപ്പെട്ട സഖാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞെങ്കിലും ജാഥ ഡയറക്ടർ പറഞ്ഞേക്കുന്നേ ആരും ഇനി സംസാരിക്കുന്നില്ല. നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയങ്കരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് വസന്തം ജാഥ സ്വീകരണത്തിന് മുമ്പ് സംസാരിച്ചതിന് ശേഷം ജാഥയുടെ സ്വീകരണ പരിപാടി തുടങ്ങാം. ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി, നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ നേതാവ് സഖാവ് വസന്തത്തെ ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ബഹുമാനപ്പെട്ട ക്ഷീരവികസനവും വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് ചിഞ്ചുറാണി, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ഡോക്ടർ ആർ ലതാദേവി XMLA, ഈ ജാഥയുടെ ഡയറക്ടറായിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അഷ്റഫ്, ഈ ജാഥാംഗങ്ങളായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് MS താരം, സഖാവ് മനോജ് B ഇടമന, സഖാവ് അരുൺ KS, ഈ കൊല്ലം ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ് ലാലു തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന ഘടക സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ബാനർ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ അഭിമാനകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 100 വയസ്സ് തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ 26 ആവുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വയസ്സ് തികയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ പോരാട്ട വഴികളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ സഖാവ് KS അരുൺ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി 2 കേന്ദ്രങ്ങളിൽ ജാഥ എത്തിച്ചേരേണ്ടത് കൊണ്ട് തന്നെ കൂടുതൽ സമയമെടുത്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും സഖാക്കളെ, ഈ 100 വർഷക്കാലം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഉദയം കൊള്ളുകയും സ്വാതന്ത്ര്യത്തിനായി എത്രയോ രക്തസാക്ഷികളെ ബലി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഈ പ്രസ്ഥാനം ഇന്നും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഫാസിസത്തിനുമെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരുന്ന നാളുകളിലുള്ള വെല്ലുവിളികളെ ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം രാജ്യം വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമ്മുടെ ദുര്യോഗം എന്ന് പറയുന്നത്, ആ വെല്ലുവിളി ഉയർത്തുന്നത് ഇന്ത്യയിലെ ഭരണാധികാരി വർഗമാണ് എന്നുള്ളതാണ്. ഫാസിസ്റ്റ് ശക്തികളുടെ
ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ അടിസ്ഥാനമാകേണ്ട, രാജ്യത്തിന്റെ ഭരണത്തിന് അടിസ്ഥാനമാകേണ്ട ഭരണഘടന പോലും വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത, ഭരണഘടനയെ പോലും ദുർബലമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളാണ് രാജ്യത്തുള്ളത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് അതിന് പകരമായി മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന വേണമെന്ന് ഒട്ടും മടിയില്ലാതെ പറയുന്ന ഒരു ഭരണാധികാരി വർഗം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്നും ആഹ്ലാദിക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തിന്റെ മനോഹാരിതയായിട്ടുള്ള ബഹുസ്വരതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത മനുഷ്യർ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തതയിലൂന്നിയിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വമുള്ള ഈ രാജ്യത്തെ ഹിന്ദുത്വം എന്ന ഏകത്വത്തിലേക്ക് വിലയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഹിന്ദുത്വം എന്ന ഏകത്വത്തിലേക്ക് വിലയിപ്പിക്കുവാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നൽകാതെ തന്നെ അവരെ ജാതിയും മതവും പറഞ്ഞ് വിഘടിപ്പിച്ച് നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യം നമ്മൾക്കറിയാം, ലോകോത്തരമായിട്ടുള്ള ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്ത്. ജനാധിപത്യത്തിന് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന് 4 തൂണുകൾ പോലുമുണ്ട്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, 4ാം തൂണെന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. ഈ 3D എന്നൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് ഡിസ്കഷൻ, ഡിസന്റ്, ഡിസിഷൻ. ഈ 3 നമ്മൾ ചർച്ച ചെയ്യുക, അതുപോലെ തന്നെ വിയോജിപ്പ് ഉണ്ടാക്കുക, ആ വിയോജിപ്പിലൂടെ നമ്മൾ തീരുമാനത്തിലെത്തുക. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ പാർലമെന്റുകളിലും കഴിഞ്ഞകാല ചരിത്രമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണ സമയത്തൊക്കെ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ഉരുത്തിരിക്കുന്ന വിയോജിപ്പുകൾ, ആ വിയോജിപ്പുകളിൽ നിന്നും ചർച്ചകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ എല്ലാം തന്നെ സ്വരൂപിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെയൊക്കെ തന്നെ അവസ്ഥ എന്താണ്? ചർച്ചകൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. വിയോജിപ്പുള്ളവനെ വിശേഷിപ്പിക്കുന്നത് രാജ്യദ്രോഹികൾ എന്നാണ്. എത്രയോ ആളുകൾ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന എത്രയോ ആളുകൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റാൻ സ്വാമിയെ പോലുള്ളവർ, പ്രൊഫസർ സായിബാബയെ പോലുള്ളവർ, അങ്ങനെ എത്രയോ ആളുകൾ ഈ ജയിൽ ഭരണത്തിനുള്ളിൽ തന്നെ ഭരണകൂട കൊലപാതകത്തിന് വിധേയമായിട്ടുള്ള കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് എല്ലാ അധികാരങ്ങളും തങ്ങളുടെ കൈകളിലൊതുക്കിക്കൊണ്ടുള്ള ഫാസിസം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണെന്ന്. നമ്മളെ ചില കൂട്ടുകാർക്കൊക്കെ ഈ ഫാസിസത്തെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഇപ്പോഴും മാറാതെയുണ്ട്. നവഫാസിസ്റ്റുകളാണോ, ഫാസിസം വരാൻ പോവുകയാണോ, വന്നിട്ടുണ്ടോ, ഇനി എന്നാണ് വരിക? പക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശങ്കയേ ഇല്ല. ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികൾ തന്നെയാണ്. ആ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുവാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ടുള്ള ആശയമാണ് ഉയർത്തുന്നത്. ആ ആശയം എന്ന് പറയുന്നത് രാജ്യത്തെ ജനാധിപത്യ, മതേതരത്വ, ദേശാഭിമാന ശക്തികളെയൊക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യ മുന്നണിക്കൊക്കെ രൂപം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ മുന്നണി നടത്തുന്ന ഈ വോട്ട് ചോർച്ചയ്ക്കൊക്കെ എതിരായി നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങളൊക്കെ നമുക്ക് ആവേശം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും രാജ്യത്തെ ജനാധിപത്യ ശക്തികളും ജനാധിപത്യ പാർട്ടികളും ഒക്കെ തന്നെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ തിരിച്ചറിവുണ്ടാവുകയും തീർച്ചയായിട്ടും ഫാസിസത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചരിത്രം അതാണ്. ലോകത്ത് നാസിസ്റ്റ് ഭരണഘടനയും ഫാസിസ്റ്റ് ഭരണാധികാരികളെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ചെമ്പടയ്ക്കാണെന്നുള്ള യാഥാർത്ഥ്യം ചരിത്രത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ 25ാം പാർട്ടി കോൺഗ്രസോടുകൂടി കുറെ കൂടി ശക്തമായിട്ടുള്ള ആശയപരമായിട്ടും അതുപോലെ തന്നെ സ്വാധീനത്തിന്റെ കാര്യത്തിലും പ്രഹരശേഷിയുള്ള ഒരു പാർട്ടിയായി മാറുകയും ആ പ്രഹരശേഷി ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുവാൻ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പോരാട്ടത്തിന് സജ്ജമാക്കുന്ന
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും നമ്മളെ പാർട്ടിയെ ഈ പോരാട്ടത്തിന് വേണ്ടി സജ്ജമാക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നായിട്ട് അണിചേരാമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആണും പെണ്ണും എത്രയോ വനിതാ സഖാക്കൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആണും പെണ്ണുമായിട്ടുള്ള നിരവധി സഖാക്കളുടെ പോരാട്ടത്തിന്റെ, രക്തം നൽകിയതിന്റെ, വിയർപ്പ് നൽകിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർക്ക് ഒളിവിൽ സംരക്ഷണം നൽകിയും അതോടൊപ്പം തന്നെ അവർക്ക് സുരക്ഷയൊരുക്കിയും പോലീസിന്റെ മർദ്ദനങ്ങളൊക്കെ എത്രയോ ഏറ്റുവാങ്ങിയിട്ടും ഈ പ്രസ്ഥാനത്തെ രക്ഷിച്ചവരാണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾക്ക് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ പോരാട്ടം കുറെ കൂടി ശക്തമാക്കാനുള്ള തീരുമാനവുമായിട്ടാണ് എന്തായാലും 25ാം പാർട്ടി കോൺഗ്രസിലെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന 8 തൊട്ട് 12 വരെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത്. അവിടെ എത്തിക്കുന്നതിനുള്ള ബാനറാണ്, സമ്മേളന നഗരിയിൽ എത്തിക്കുന്നതിനുള്ള ബാനറാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും ഞങ്ങളുടെ ജാഥാംഗങ്ങളുടെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ പേരിലും അർപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. ലാൽ സലാം. നമ്മുടെ സ്വീകരണ സമ്മേളനമാണ്. ഇവിടെ താഴെ സഹാക്കൾ ഓരോരുത്തരായി വന്ന് സ്വീകരണം നൽകണം. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാർ ആദ്യമായി AIVF-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TS നിതീഷ്, AISF-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് കൃഷ്ണപ്രിയ, പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം സഖാവ് S അഷ്റഫ്, പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാവ് ഹരി വി നായർ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വടത്തുറേനിൽ, പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം സഖാവ് S ബുഹാരി, ജാഥാ ക്യാപ്റ്റനും അംഗങ്ങൾക്കും സ്വീകരണം നൽകണം. പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് സന്തോഷ്, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാര് കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ലേലു ജവാൻ, മധുര ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിജയൻ, കടക്കൽ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് കടക്കൽ LC-ക്ക് വേണ്ടി സഖാവ് അഖിൽ, AIVF മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സോണി, AIVF തുഴയന്നൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പ്രതീഷ്, AIKS കടക്കൽ LC-ക്ക് വേണ്ടി സഖാവ് KV ശ്രീനാഥ്, മധുര ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് വിജയകുമാർ, കേരള മഹിളാ സംഘത്തിന് വേണ്ടി സഖാവ് ജമീല ബീവി, സഖാവ് കൊണ്ടൂർ പ്രവാരമുള്ള, AIVF ചിതറ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് നജീബ്, CP ചിതറ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് PG കുറുപ്പ്, സഖാവ് തുഴയന്നൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ശശികുമാർ, ഇട്ടിമ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് രാജീവ്, AIKS ചിതറ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് രമണൻ, AITC ചിതറ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് തുളസിയൻ, AITC ഇട്ടിമ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പനമൂട്ടിൽ മജീദ്, AIKS ഇട്ടിമ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് മുണ്ടേരമ്പിള്ള, AIVF മധുര ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഷാരോൺ ഷാൻ, AITC-ക്ക് വേണ്ടി സഖാവ് ഷാജി, NRG-ക്ക് വേണ്ടി അഡ്വക്കേറ്റ് KL കുമാർ, AIVF-ന് വേണ്ടി സഖാവ് നിതിൻ രാജ്, AIVF-ന് വേണ്ടി സഖാവ് അബിറോൺ, CP ആർത്തറമൂട് ലോക്കൽ കമ്മിറ്റി വേണ്ടി സഖാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ആദർശ്, AIKS-ന് വേണ്ടി സഖാവ് സുഗതൻ, AIVF ആർത്തറമൂട് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് അനീഷ്, മടത്തറ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് റോയി തോമസ്, AITC മധുരയ്ക്ക് വേണ്ടി സഖാവ് മനു, സഖാവ് മടത്തറ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ദിലീപ്, സഖാവ് അഷ്റഫ്, CP കുമ്പിൾ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ബിജിത്ത്, CP ചടയകര മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഹരി വി നായർ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MC കുമാർ, സഖാവ് R ഗോപാലകൃഷ്ണപിള്ള, സഖാവ് A മുസ്തഫ, സഖാവ് നജീബ്, സഖാവ് J അനീഷ്, സഖാവ് J വിക്രം, മടത്തറ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ശിവകുമാർ, ചടയകര ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് G അജയൻ, സഖാവ് ഷാനവാസ്, സഖാവ് മിനി സുനിൽ, സഖാവ് ഗീത, കോടിയേരി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പത്മകുമാർ,
ഇളവാട് ലോക്കൽ കമ്മിറ്റി വേണ്ടി സഖാവ് എൻ വി നൌഷാദ്, സഖാവ് പോരക ലോക്കൽ കമ്മിറ്റി വേണ്ടി സഖാവ് സജീവ് കുമാർ, സഖാവ് സുബൈ, സഖാവ് ജനാർദ്ദൻ, സഖാവ് കെ എൻ മനോജ്, സഖാവ് ആർ പ്രകാശ്, സഖാവ് നികാസ്, സഖാവ് ആർ ഒ ജിജു, സഖാവ് ബദർദീൻ, BKMU വേണ്ടി സഖാവ് സന്ദീപ് വർക്കല്ലൂർ, സഖാവ് ആസിഫ് സുൽത്താൻ, സഖാവ് ബിജു എസ്, സഖാവ് സജീവ്, നിലമേ ലോക്കൽ കമ്മിറ്റി വേണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് നസീർ, സഖാവ് ഷെരീഫ് കിസാൻ സഭയ്ക്ക് വേണ്ടി, സഖാവ് മഹിളാ സംഘത്തിന് വേണ്ടി സഖാവ് ഷമീന ഷാഹുൽ, BKMന് വേണ്ടി സഖാവ് ശശികുമാർ, ANTUCക്ക് വേണ്ടി സഖാവ് സജീവ് കുമാർ, ഇളവാട് SLCക്ക് വേണ്ടി സഖാവ് ആർ എ ചന്ദ്രപിള്ള, സഖാവ് രമേശൻ, സഖാവ് എസ് മനോജ്, സഖാവ് ആർ പ്രകാശ്, സഖാവ് മുരളീധരപിള്ള, വെടന്നൂർ ലോക്കൽ കമ്മിറ്റി വേണ്ടി സഖാവ് അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവി, സഖാവ് ചന്ദ്രപിള്ള, സഖാവ് സജിത് ബഷീർ, സഖാവ് എ നവാസ്, സഖാവ് സതീശൻ, അമരവൂർ ലോക്കൽ കമ്മിറ്റി വേണ്ടി സഖാവ് AK സലീം, സഖാവ് ഷെഹ്വാനത്ത്, സഖാവ് സിദ്ദിഖ് പട്ടവാറ, സഖാവ് AK സലീം, അഞ്ചൽ മണ്ഡല കമ്മിറ്റി വേണ്ടി സഖാവ് ലജു ജമാൽ, സഖാവ് S സന്തോഷ്, സഖാവ് PR ബാലേന്ദ്രൻ, സഖാവ് ഡോൺ വി രാജ്, സഖാവ് സുദേവൻ, സഖാവ് ഗിരിജാമുരളി, സഖാവ് ആരോമൻ, സഖാവ് ശിവപ്രസാദ്, സഖാവ് ബാലേന്ദ്രൻ, സഖാവ് ബിനിരാജ്, സഖാവ് അരുൺ ചന്ദ്രശേഖരൻ, സഖാവ് ഹാരിസ്, സഖാവ് ജ്യോതി വിശ്വാസ്, സഖാവ് ബിന്ദു തിരവൻ, സഖാവ് മായ, സഖാവ് ശ്രീദേവി, സഖാവ് ബിന്ദു മുരളി, സഖാവ് സഹദേവൻ, സഖാവ് മുരളി, സഖാവ് കൊച്ചുമോൻ, സഖാവ് ഹുസൈൻ, സഖാവ് അജിമോൾ, സഖാവ് അമിത്, സഖാവ് റിയാസ്, സഖാവ് ഫസലുദ്ദീൻ, സഖാവ് സുധീർ, സഖാവ് മാത്യൂസ്, സഖാവ് B അജയൻ, സഖാവ് A ഉണ്ണി, സഖാവ് സുകേശൻ, സഖാവ് വിഷ്ണു, റിയാസ്, കൊച്ചുമോൾ, AVF ചടങ്ങ് മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് വിഷ്ണുരാജ്, MR വിഷ്ണുരാജ്, സഖാവ് വിനോദ്, സഖാവ് ബിപിൻ രാജ്, സഖാവ് ഷംനാഥ്, സഖാവ് സജിത്ത്, പ്രവാസി ഫെഡറേഷന് വേണ്ടി സഖാവ് വിജിത്ത്, AVF ചടങ്ങ് മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് അതുൽ കൃഷ്ണൻ, സഖാവ് വസീബ്, ANTUC ചടങ്ങ് മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ബാബുരാജൻ, സഖാവ് T വിമൽകുമാർ, മഹിളാ സംഘത്തിന് വേണ്ടി സഖാവ് B മിനി, ക്ഷീരോത്പാദക സംഘം സഖാവ് രാജേഷ് GK, അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് വേണ്ടി സഖാവ് J വിക്രമൻ, സഖാവ് സതീശൻ, BKMന് വേണ്ടി സഖാവ് M നസീർ, സഖാവ് S രമേശൻ, AIDRM സഖാവ് രമേശൻ, സഖാവ് അജിത ബേബി, ആയൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ജ്യോതി വിശ്വാസ് വായിച്ചു. സഖാവ് സതീഷ് കുമാർ, സഖാവ് സഹീർ, സഖാവ് മദാഹി, സഖാവ് ജമാൽ, സഖാവ് ഹുസൈൻ, സഖാവ് ഉണ്ണികൃഷ്ണൻ നായർ, സഖാവ് താജുദ്ദീൻ, സഖാവ് രാജീവ് സതീശൻ. ഓക്കെ, ആരെങ്കിലും സ്വീകരണം നൽകാനുണ്ടെങ്കിൽ സ്വീകരണം നൽകാൻ ചോദിക്കുന്നു. ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ വിവിധ മണ്ഡലങ്ങളിൽ പങ്കെടുത്ത പാർട്ടിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ബാനർ ജാഥയുടെ സ്വീകരണ പരിപാടികളുടെ തത്സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിച്ചത്. നിർത്തുന്നു. നന്ദി. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ